Hello guys, welcome back to Evan's Tech Room. In എൻ്റെ കയ്യിൽ നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര സീരീസ് 2 ഉണ്ട്. പിന്നെ അതിൻ്റെ ജസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, ഒരു ബ്ലാക്ക് കളർ ഇറക്കി അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ സീരീസ് 10 ആപ്പിൾ വാച്ച് അൾട്ര ജെറ്റ് ബ്ലാക്ക് കളറിലും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ആപ്പിൾ വാച്ച് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് പ്രീവിയസ് ജനറേഷനുമായിട്ട്. ഞാനിപ്പം മേടിച്ചേക്കുന്ന 46mm ആപ്പിൾ വാച്ചാണ്. കാരണം ഇപ്രാവശ്യം അവർ 1mm വെച്ച് എനിക്ക് തോന്നുന്നു കൂട്ടിയിട്ടുണ്ട് രണ്ടിൻ്റെ സൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സീരീസ് 10 ആപ്പിൾ വാച്ച് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് നാളായിട്ട് കാണുന്ന ആ ഒരു ടിപ്പിക്കൽ അൺബോക്സിങ് സ്റ്റൈലാണ് നമ്മൾ ഇതിലും കാണുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ആപ്പിൾ വാച്ച് മറ്റൊരു സെപ്പറേറ്റ് പെട്ടിയിലും, പിന്നെ അതിൻ്റെ സ്ട്രാപ്പ് ഇങ്ങനെ വളരെ മിനിമൽ പാക്കേജിങ് ആണ്. പിന്നെ ഞാൻ കേട്ടതോളം നമ്മൾ ഈ പറയുന്ന കൺഫിഗറേഷൻ അനുസരിച്ച് കടയിൽ വെച്ചാണ് ഇത് പാക്ക് ചെയ്ത് റെഡിയാക്കുന്നത്. ഞാനപ്പോൾ ഓർഡർ ചെയ്തത് ഞാൻ ഓർക്കുന്നില്ല ഏതായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു ബ്ലൂ ട്രെയിൽ ലൂപ്പ് ആണെന്ന് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ബേസിക്കലി ചെയ്യുന്നത് നമ്മൾ കടയിൽ ഈ കസ്റ്റമൈസ് ചെയ്ത് മേടിക്കുമ്പം അതനുസരിച്ചുള്ള ബാൻഡും അതിൻ്റെ കേസിൻ്റെ കോമ്പിനേഷനുള്ള കേസും കൂടെ മാച്ച് ചെയ്തിട്ട് ഈ ഒരു പാക്കേജിങ്ങിലോട്ട് കയറ്റി വെക്കത്തേ ഉള്ളൂ. അപ്പം നാട്ടിൽ എങ്ങനെയാണ് എനിക്ക് അറിയത്തില്ല, പ്രീസെറ്റ് കൺഫിഗറേഷൻസ് ആണോ അതോ നമുക്ക് ഇഷ്ടമുള്ളവരെ കസ്റ്റമൈസ് ചെയ്തതിൻ്റെ കോമ്പിനേഷൻ ആക്കിയെടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ എന്തായാലും ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് പുതിയ ജെറ്റ് ബ്ലാക്ക് കളറും, പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ചേരുമെന്ന് തോന്നിയത് നമ്മുടെ ഒരു ബ്ലൂ ട്രെയിൽ ലൂപ്പാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ആദ്യം നമുക്ക് വാച്ചിൻ്റെ സ്ട്രാപ്പ് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രാപ്പ് ആദ്യം അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വളരെ സിമ്പിൾ അൺബോക്സിങ് എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു ആപ്പിൾ ഈ മറ്റേ കാർബൺ ന്യൂട്രൽ സംഭവമായിട്ട് പോകുന്നതുകൊണ്ട് എല്ലാം കംപ്ലീറ്റ് വെറും പേപ്പറാണ്. പണ്ടത്തെ ഒരു പ്രീമിയം ഫീൽ കുറച്ച് കുറഞ്ഞ് വരുവാണ്. ഐ മീൻ ഓഫ് കോഴ്സ് ആപ്പിളിന് പ്രീമിയം ഫീൽ ഉണ്ട്, പക്ഷേ എന്തായാലും പണ്ടൊക്കെ ഒരു സാധനം അൺബോക്സ് ചെയ്യുമ്പോൾ ഉള്ള ഒരു നല്ലൊരു കട്ടിയുണ്ടല്ലോ, ആ കട്ടിച്ചിരി കുറഞ്ഞു. അപ്പോൾ ഇതാണ് എനിക്ക് അതിൻ്റെ കൂടെ കിട്ടിയ ട്രെയിൽ ലൂപ്പ് ബാൻഡ്. അപ്പോൾ നമുക്ക് മറ്റേ സ്ഥിരമുള്ള മറ്റേ ഈ പറിച്ചിട്ട് വെൽക്രോ സംഭവമാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സംഭവം ആ ജെറ്റ് ബ്ലാക്ക് ആപ്പിൾ വാച്ച് സീരീസ് 10 അൺബോക്സ് ചെയ്ത് നോക്കാം സംഭവം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം നമ്മൾ ഐഫോണൊക്കെ അൺബോക്സ് ചെയ്യുന്ന പോലെ ആ ഫുൾ ടാബാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഫുൾ ടാബ് ഇങ്ങനെ വലിച്ചാൽ സംഭവം റെഡിയാവും. അപ്പം മൊമെന്റ് ഓഫ് ട്രൂത്ത് ഞാൻ പറഞ്ഞില്ല, കുറച്ച് നാളായി ഞാൻ ഈ ആപ്പിൾ വാച്ച് സീരീസ് 9, 8, 10 ഒക്കെ കണ്ടിട്ട്. അപ്പം 10 നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും പാക്കേജ് പൊട്ടിക്കുമ്പോൾ തന്നെ ആ ഒരു കറുത്ത കവറിലുള്ള ഒരു സ്റ്റിക്കറല്ല, മറ്റൊരു ഓർഗനിലൊരു പേപ്പർ പോലെ ആപ്പിൾ വാച്ചിൽ കവർ ചെയ്തേക്കുന്നത്. അപ്പം ഇതും ഒരു ബ്ലാക്ക് കളർ മാച്ച്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പം ഇതാണ് ഈ പുതിയ കിട്ടിയേക്കുന്ന ആപ്പിൾ വാച്ച് സീരീസ് 10. ഞാൻ എന്തായാലും തുറന്ന് നോക്കിയിട്ടില്ല, അപ്പോഴത്തേക്കും അറിയാം സംഭവം എങ്ങനെ ഉണ്ടെന്ന്. ഇത് ഇപ്പം കയ്യിൽ പിടിക്കുമ്പോൾ ഒരു എയർപോർട്സിൻ്റെ പെട്ടിരിക്കുന്ന പോലെയാണ്, പക്ഷെ എന്നാലും തുറന്ന് നോക്കുമ്പം ഇതിൻ്റെ കളർ എങ്ങനെയുണ്ട് ശരിക്കും നോക്കാം. ഓ ആക്ച്വലി വാവ്, കൊള്ളാം കേട്ടോ. ഇത് നല്ലൊരു ഷൈനി ഡീപ്പ് ക്ലോസ് കളറാണ്. പണ്ട് നമ്മുടെ ഒരു എനിക്ക് തോന്നുന്ന സീരീസ് ഐഫോൺ 7 9 എന്ന് ഓർക്കുന്നില്ല, 8 ഓർക്കുന്നില്ല, പക്ഷേ ഒരു ഐഫോണിൽ നമുക്കൊരു ജെറ്റ് ബ്ലാക്ക് കളർ ഉണ്ടായില്ല, അതുപോലത്തെ ഒരു കളറാണ് ഈ പണ്ടാലും വരുന്നില്ലേ. ഊരാനും പറ്റുന്നില്ല, നല്ല കട്ടിക്കുള്ള പശയാണ്. പറിക്കാൻ നോക്കിയിട്ട് പറഞ്ഞു പോവുകയാണ്. അപ്പം ഇതിങ്ങനെ പറിച്ചെടുക്കാം. ഇപ്പം വളരെ ഒരു ഷൈനി ഫിനിഷാണ് നമുക്കിതിൽ കിട്ടുന്ന. ഒരു പ്രീമിയം ഫീൽ ഉണ്ട് എന്തായാലും ആപ്പിളിൻ്റെ ഇതുപോലെ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നിറച്ച് ഫിംഗർ പ്രിൻ്റ് ആയിരിക്കും. പല ഞങ്ങളിപ്പോൾ ക്യാമറ കാണുമ്പോൾ എങ്ങനെയുണ്ടോ നോക്കി ഇതിൻ്റെ സ്ക്രീനും ബോഡിയും എവിടെ മീറ്റ് ചെയ്യുന്ന നമുക്ക് അങ്ങോട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. എന്തായാലും ഇതൊന്ന് ഫസ്റ്റ് ഓണാക്കി നോക്കാം എങ്ങനെയാണ് സംഭവം. അടിപൊളി ഫിനിഷാണ് കേട്ടോ. ആക്ച്വലി ഇത് കയ്യിൽ പിടിക്കുമ്പോൾ വളരെ ഒരു തിൻ ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കയ്യിലുള്ള ആപ്പിൾ വാച്ച് സീരീസ് ആയിരുന്നു, പിന്നെ അതിന് മുമ്പ് ഞാൻ സീരീസ് 5ഉം 6ഉം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഉണ്ട് ടെക്നിക്സിൽ, തോന്നായില്ലേ? പക്ഷേ ഈ ഒരു ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പ്രീമിയം ഫീലിംഗ് ആണ് കേട്ടോ. എന്തായാലും അത് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചിട്ട് പറയണം, പക്ഷേ നമ്മൾ നേരിട്ട് കൈ പിടിക്കുമ്പോൾ ഒരു ഞാൻ ആ പെട്ടി പറഞ്ഞ പോലെ അല്ല, പ്രോഡക്റ്റിന് നല്ലൊരു റിച്ച് ലുക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമുക്കൊന്ന് പെട്ടെന്ന് സെറ്റപ്പ് ചെയ്തിട്ട് അതിൻ്റെ സെറ്റ് സ്ക്രീൻ കൂടെ നോക്കാം. പേര് ചെയ്യാൻ ഫോൺ വേണമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഐഫോൺ 16 ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ റിവ്യൂ ചെയ്തായിരുന്നു. അപ്പോൾ അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ മേക്ക് ഷുവർ ടു ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അത് എന്തായാലും നമ്മുടെ വീഡിയോയുടെ ലിങ്കിൽ കാണും. അപ്പം ആ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ എന്തായാലും ഇത് വെച്ച് നമുക്ക് നമ്മുടെ പുതിയ ഐഫോൺ ഒന്ന് പെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ തന്നെ നമ്മുടെ ഒരു പോപ്പ് മെസ്സേജ് വന്നു ഈ ആപ്പിൾ വാച്ച് ഐഫോണായിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അത് നമുക്ക് പെയർ ചെയ്തിട്ട് നോക്കാം. സെറ്റപ്പ് ഞാൻ എടുക്കും നോക്കാം. ഭയങ്കര ഒരു സ്ലീക്ക് ഫീലിംഗ് ആണ്.
സ്ട്രാപ്പ് കൂടെ കിട്ടിയിട്ട് കൈ കെട്ടി കാണിക്കാം. അപ്പം നിങ്ങൾക്കറിയാം ഈ അൾട്ര കിട്ടുന്ന പോലെയാണോ ഇതെന്ന്. എൻ്റെ കസിൻ അടക്കമുള്ള പലരും അൾട്ര മേടിക്കാൻ എത്ര നാൾ എന്നാണ് ആ ഒരു ടിപ്പിക്കൽ ആപ്പിൾ വാച്ചിൻ്റെ കുറച്ചൊരു ഫോർമൽ പരിപാടിക്ക് എന്നതിലുള്ള ആ ഒരു സ്ലീക്ക് ഡിസൈൻ കാരണം ആപ്പിൾ വാച്ച് കണ്ടാൽ ഒരു റഗഡ് സ്പോർട്സ് വാച്ചിൻ്റെ ലുക്കാണ്. സ്പോർട്സ് വാച്ചിൻ്റെ ഉള്ളിൽ ഒരു ഫോർമൽ സൂട്ടിനൊന്നും കൂടെ ഇടാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും യു ക്യാൻ മേ ബി പുൾ ദിസ് ഓഫ് വിത്ത് സൂട്ട്. ഇതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഹെൽത്ത്, നോയ്സ്, എനിക്ക് തോന്നുന്നത് നമ്മുടെ നോയ്സിൻ്റെ എപ്പോഴും ആപ്പിൾ കാണിക്കുന്നതാണ് ഇതിൻ്റെ നോയ്സ് ലെവൽസ് കൂടുമ്പോഴും. ഡബിൾ ടാപ്പ് അതിപ്പോൾ എൻ്റെ ഈ ആപ്പിൾ വാച്ച് അൾട്രയിലും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കി കാണാം ബേസിക്കലി ഈ സീരീസ് 1ഉം സീരീസ് 2 ആപ്പിൾ വാച്ച് അൾട്ര നമ്മൾ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ഡബിൾ ടാപ്പിൻ്റെ ഈ ഫീച്ചറാണ്. ഈ തൊടുമ്പോൾ തൊട്ട് എന്നീ പറയുന്ന ഈ ഒരു ഫീച്ചർ മാത്രമേ ഉള്ളൂ ഈ ആപ്പിൾ വാച്ച് അൾട്ര 1ഉം 2ഉം തമ്മിലുള്ള മെയിൻ വ്യത്യാസം. പിന്നെ ആ ചിപ്സെറ്റ് അപ്ഗ്രേഡ് ചെയ്തിരുന്നു പറഞ്ഞു, പക്ഷേ അതിൻ്റെ വ്യത്യാസം ഞങ്ങൾ അറിയാൻ പോകുന്നില്ല. അപ്പം ഈ ഒരു ഡബിൾ ടാപ്പ് എന്ന് പറയുന്ന ഫീച്ചറാണ് മെയിനായിട്ടുള്ള അൾട്ര 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ആപ്പിൾ വാച്ച് സീരീസ് നമ്മുടെ കൈ കിട്ടിയിട്ട് നോക്കാം എങ്ങനെയുണ്ട്. നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്. ഇപ്പോഴത്തെ കുറച്ചാൾ ഈ അൾട്ര കിട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ട് മാറുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതെല്ലാം പറഞ്ഞില്ല, കുറച്ച് നാളെ ഞാൻ ഈ സീരീസ് 5 or 6 എന്നാണോ മറ്റേ സീരീസ് 10, ഞാൻ 5ന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ വേറെ ഒരു ആപ്പിൾ വാച്ച് മേടിച്ചത് ആപ്പിൾ വാച്ച് അൾട്ര 1 ആയിരുന്നു. അപ്പം എന്തായാലും നമ്മുടെ കയ്യെ കെട്ടി കഴിയുമ്പം എനിക്ക് തോന്നുന്നു പഴയ ആപ്പിൾ വാച്ചിൻ്റെ ഒരു ഏകദേശം ലുക്കൊക്കെ തന്നെയാണ്. ഞാൻ പറയില്ലേ സ്ലിം ആണ് കുറച്ചും കൂടെ, പക്ഷേ കയ്യെ കെട്ടുമ്പം വാച്ചിൻ്റെ കട്ടി എത്രയാണ് അധികം ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. നമ്മൾക്ക് മാത്രം ശ്രദ്ധിക്കും, പക്ഷേ വേറെ ആരും അത് ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഈ ബ്ലാക്ക് കളർ ഐ ഹാവ് ടു സേ വളരെ ഒരു സ്ലീക്ക് കളറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എത്ര പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് ഇനഫ്. ബിക്കോസ് ഈ ഒരു പുതിയ ബ്ലാക്ക് കളർ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഓപ്ഷൻ അൾട്രയിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു. നമ്മുടെ ഇനി ആപ്പിൾ വാച്ച് അൾട്ര അൺബോക്സ് ചെയ്യുമ്പോൾ അറിയത്തുള്ളൂ അതിൻ്റെ ബ്ലാക്ക് കളർ എങ്ങനെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മാറ്റ് ടെക്സ്ചർ ആയിരിക്കും. അതൊരു ടൈറ്റനിൽ പോളിഷ് എടുത്തായതുകൊണ്ട് നമ്മുടെ ഈ ഐഫോണിൻ്റെ ഒക്കെ ഒരു ബ്ലാക്ക് ടെക്സ്ചർ പോലെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് ആപ്പിൾ വാച്ച് അൾട്ര അൺബോക്സ് ചെയ്യുമ്പോൾ നോക്കാം സംഭവം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഫീച്ചർ വൈസ് എനിക്ക് തോന്നുന്നത് ഇത് ബേസിക്കലി സെയിം ആയിരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ ഒരു ആപ്പിൾ വാച്ച് സീരീസ് 9ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഈ പുതിയ ആപ്പിൾ വാച്ചിൻ്റെ ഡിസ്പ്ലേ എടുത്ത് നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ആപ്പിൾ വാച്ച് സീരീസ് 9 41mm 45mm ആയിട്ടുള്ള മോഡൽസ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആപ്പിൾ വാച്ച് സീരീസ് 10 42mm 46mm സൈസിലാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു 1mm വ്യത്യാസം ഉണ്ട്. ഞാൻ ആദ്യം വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ അതാണ് മെയിനായിട്ട് നമുക്ക് ഇപ്രാവശ്യമുള്ളൊരു സൈസ് വ്യത്യാസം. എക്സ്റ്റേണലി കാണാൻ ഒരു വ്യത്യാസം അതും, പിന്നെ സ്ക്രീനിൻ്റെ സൈസ് ആ കൂട്ടിക്കൊണ്ടുള്ളതിൻ്റെ പിന്നെ തിക്നെസ് കുറച്ചു. അതൊക്കെയാണ് നമുക്കിപ്പോൾ കാണേണ്ട മെയിൻ വ്യത്യാസം. പിന്നെ വാച്ച് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട്. നേരത്തെ 2000 nits ഒരു 2800 nits OLED പാനലാണ് ഇപ്പം ഈ വാച്ചിലുള്ളത്. അപ്പോൾ നമുക്ക് ഡേ ടൈമിലൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നസ് സ്ക്രീനിൽ തന്നെ കിട്ടുമ്പോൾ നമുക്ക് കഷ്ടപ്പെട്ട് നോക്കണ്ടാവും സ്ക്രീൻ ഡീറ്റെയിൽസ് കാണാനും കാര്യങ്ങളൊക്കെ വേണ്ടി. പിന്നെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സീരീസ് 10 ഇറങ്ങിയപ്പോൾ അവർ കുറച്ചുകൂടെ മെറ്റീരിയൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ അലൂമിനിയം സ്റ്റെയിൻലെസ് സ്റ്റീലും മാത്രം അവൈലബിൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ നമുക്ക് ടൈറ്റേനിയവും അലൂമിനിയം കിട്ടും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് അലൂമിനിയം ഒരു ആനഡൈസ് കോട്ടിംഗ് ആണ് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ടൈറ്റേനിയം വെർഷൻ ഉണ്ട്. ടൈറ്റേനിയം വെർഷൻ എങ്ങനെ ആയിരിക്കും അറിയില്ല, കടയിൽ പോയി നോക്കണം എങ്ങനെ ഉണ്ടെന്നും. പക്ഷേ ബേസിക്കലി അതിൻ്റെ ഒരു ടൈറ്റേനിയം വെർഷൻ ഉണ്ട്, പിന്നെ അലൂമിനിയം വെർഷൻ ഉണ്ട്. നേരത്തെ അലൂമിനിയവും സ്റ്റെയിൻലെസ് സ്റ്റീലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടുമാണ് അതിൻ്റെ മെയിൻ വ്യത്യാസം. അപ്പോൾ നമ്മൾ പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ പെർഫോമൻസിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് പുതിയ S10 ചിപ്പ് വെച്ചിട്ടുണ്ട്. ആ സീരീസ് 10ന് വേണ്ടി S10 ചിപ്പ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അടുത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറേജ് സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. നേരത്തെ 32 GB ആയിരുന്നു ഈ ആപ്പിൾ വാച്ചിൻ്റെ സ്റ്റോറേജ് സൈസ്, ഇപ്പോൾ 64 GB ആയിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ആപ്പിൾ വാച്ച് ഹെൽത്തിൻ്റെ സെഗ്മെൻറ്റിലാണ് മെജോറിറ്റി ഓഫ് ദി അപ്ഡേറ്റ്സ് വരുത്താറുള്ളത്. അപ്പം ഇപ്രാവശ്യം ഹെൽത്ത് അപ്ഡേറ്റ്സ് ആയിട്ട് ഇതിനകത്ത് വരുന്നത് സ്ലീപ്പ് ആപ്നിയ ട്രാക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ആപ്പിൾ വാച്ച് സീരീസ് 9ഉം പിന്നെ അൾട്ര സീരീസ് 2ഉം കെട്ടിക്കൊണ്ട് കിടക്കുവാണെങ്കിൽ സ്ലീപ്പ് ആപ്നിയ റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മൾ അലർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പുതിയ ആപ്പിൾ വാച്ച് സീരീസ് 10ൽ ഒരു വാട്ടർ ടെമ്പറേച്ചർ ഗേജും പിന്നെ ഡെപ്ത് ഗേജും ഉണ്ട്. നമ്മുടെ അൾട്രയുടെ അത്രയും ഇൻഡെപ്ത് ആയിരിക്കത്തില്ല. പിന്നെ ഇത് റേറ്റഡ് ഫോർ ഡൈവിംഗ് അല്ല, അതുകൊണ്ട് ഇത് വെച്ച് ഡീപ് സീ ഡൈവിംഗൊക്കെ പോയാൽ സംഭവം അടിച്ചു പോകും. അൾട്ര പോലെ പിടിച്ച് നിൽക്കത്തില്ല. പക്ഷേ എന്തായാലും കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ടാണ് എത്ര ഡെപ്ത് ഉണ്ടെന്ന് കാണിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചറും ഇത് റീഡ് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ മേജറായിട്ടുള്ള വലിയ വ്യത്യാസങ്ങളില്ല ഈ സീരീസ് 9ഉം 10ഉം തമ്മിൽ. പക്ഷേ അതിൻ്റെ ചാർജിങ് ഒരു 80% ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 10 നമ്മുടെ സീരീസ് 9നോട് കമ്പയർ ചെയ്യുവാണെങ്കിൽ എന്തായാലും ഒരു കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും കയ്യിലിടുമ്പം. ബിക്കോസ് അതിൻ്റെ കുറച്ചും കൂടെ സ്മോളർ ഫോർ ഫാക്ടറിൽ ലാർജർ സ്ക്രീനാണ്. അപ്പോൾ ആ ഒരു സ്ലീക്ക് ഫീലിംഗ് നമുക്ക് വരും. പക്ഷെ പുറമേ നിന്നുള്ളവർക്ക് ഇത് കണ്ടാൽ സീരീസ് 10 ആണ് മനസ്സിലാക്കാനും മാത്രമുള്ള വ്യത്യാസമൊന്നുമില്ല. ഒരു സീരീസ് 7, 8 തൊട്ടുള്ള എല്ലാത്തിൻ്റെയും ഒരു സെയിം ലുക്ക് തന്നെയാണ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ലുക്കിന് വേണ്ടി ഇത് മേടിക്കില്ല. പുതിയ ആപ്പിൾ വാച്ച് മേടിക്കാൻ ഇറങ്ങുന്ന ആളാണെങ്കിൽ ഒരു സീരീസ് 9നേക്കാളും 10 മേടിക്കാനായിരിക്കും നല്ലത്. ബിക്കോസ് ആ ഒരു സ്ക്രീൻ സൈസിൻ്റെ വ്യത്യാസവും പിന്നെ ഈ കുറച്ചും കൂടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചേക്കുന്നത്
വെച്ചേക്കുന്നുണ്ട്. ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ പാങ് ഫ്രീ ബക്ക് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു ഓൾറെഡി സീരീസ് 9 ഉള്ളവരാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു 1 mm സ്ക്രീൻ സൈസ് വ്യത്യാസമുണ്ട്, പക്ഷേ അത്രയ്ക്ക് നോട്ട്സുള്ള എനിക്ക് തോന്നുന്നില്ല. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ ഈ ജെറ്റ് ബ്ലാക്ക് കളർ നിങ്ങൾ ഡെഫിനറ്റ്ലി കടയിൽ പോയി ചെക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ അത് ധൈര്യമായിട്ട് പോയി ഓർഡർ ചെയ്തോളൂ. പിന്നെ സ്ക്രാച്ച് ആകുന്ന കാര്യത്തിൽ എനിക്കറിയില്ല. മിക്കവാറും ഇതിൻ്റെ പോളിഷ് കണ്ടിട്ട് നല്ലതായിട്ട് പൊറൽ വരും. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലത്തെ ഫിനിഷാണ്, പക്ഷേ അതൊരു അലൂമിനിയത്തിൽ ആൻഡ്രോയിഡ് ആയിട്ടുള്ള കോട്ടിങ് വരുമ്പോൾ അറിയാലോ കുറച്ചുകൂടെ നല്ല സ്ക്രാച്ച് ആവും സംഭവം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ആപ്പിൾ വാച്ച് അൾട്ര ബ്ലാക്ക് കളറിലുള്ളത് അൺബോക്സ് ചെയ്യാൻ സമയം. എന്തായാലും ആപ്പിൾ വാച്ച് അൾട്ര ഇറങ്ങിയ കാലം തൊട്ട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബ്ലാക്ക് കളറിൽ ഇറക്കാൻ. എന്തായാലും അൾട്ര 2 ഇറക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു അതിൽ ബ്ലാക്ക് കളർ വരുമെന്ന്. പക്ഷേ ആപ്പിൾ നമ്മളെ പറ്റിച്ചു. വെറും സെയിം സാധനം ടാപ്പിംഗ് ഫീച്ചർ വെച്ചാൽ ഇറക്കി. പക്ഷേ ഇപ്പോൾ നമുക്ക് ഫൈനലി ഒരു ബ്ലാക്ക് കളറിലുള്ള ആപ്പിൾ വാച്ച് അൾട്ര വന്നിട്ടുണ്ട്. അപ്പം ഇത് എന്തായാലും ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് നോക്കും എങ്ങനെയുണ്ട് ഈ ബ്ലാക്ക് ആപ്പിൾ വാച്ച് അൾട്ര എന്ന്. ഞാൻ എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ്. എന്തായാലും മാറത്തില്ല, കാരണം ജസ്റ്റ് ആപ്പിൾ വാച്ച് അൾട്ര 2 ഞാൻ ഒരു 3-4 മാസം മുമ്പേ മേടിച്ചതേ ഉള്ളൂ. അപ്പം എന്തായാലും നോക്കാം. ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ കളറിലുള്ള എനിക്ക് വലിയൊന്ന് ഇത് കാണുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ഈ ഒരു പാംഫ്ലെറ്റ് പോലെ എനിക്ക് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര 1 കിട്ടിയ സെയിം പാംഫ്ലെറ്റ് ആണ് ഇതിൽ കാണുന്നത്. പക്ഷേ കളർ മാറ്റിയിട്ടുണ്ട്. കളർ ഇപ്പം ബ്ലാക്ക് തീമിലാക്കി, മറ്റേ ബ്ലാക്ക് ആപ്പിൾ വാച്ചിന് വേണ്ടി. അപ്പോൾ എല്ലാം ബ്ലാക്കിലാണ്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഡയഗ്രാംസ് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ കളർ മാറ്റിയതേ ഉള്ളൂ. പിന്നെ പെട്ടി നോക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഈ ആപ്പിൾ വാച്ച് അൾട്ര മാത്രമുള്ളൊരു പെട്ടി സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഇതാണ് ആക്ച്വലി ബ്ലൂ ട്രെയിൽ ലൂപ്പ്. ഞാനിപ്പോൾ മറ്റേതിൻ്റെ ബ്രാൻഡ് എന്തായിരുന്നു, ഇത് ബ്ലാക്ക് സ്പോട്ട് ലൂപ്പാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ മറ്റേ ജെറ്റ് ബ്ലാക്ക് വാച്ചിൻ്റെ കൂടെ ബ്ലാക്ക് സ്പോർട്സ് ബാൻഡാണ് പറഞ്ഞത്. എന്തായാലും ഈ പെട്ടി ഇനീഷ്യലി കണ്ടിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇതൊരു എന്തായാലും ക്ലോസ് ബ്ലാക്ക് കളർ അല്ല, ഇതൊരു മാറ്റ് ടെക്സ്ചറാണ് തോന്നുന്നു ഈ പെട്ടി കണ്ടിട്ട്. അപ്പോൾ എന്തായാലും യൂഷ്വലായിട്ടുള്ളൊരു പെട്ടിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. കുറച്ചും കൂടെ കട്ടിയുണ്ട് നമ്മുടെ സീരീസ് 10 പെട്ടിയേക്കാളും. പക്ഷേ ഇതാണ് പുതിയ ഡിസൈനിലുള്ള ട്രെയിൽ ലൂപ്പ്. അതിൽ അവരുടെ സ്ട്രാപ്പിൽ ഇച്ചിരി വ്യത്യാസമൊന്നും തോന്നുന്നു കണ്ടിട്ട്. യൂഷ്വൽ ട്രെയിൽ ലൂപ്പിനേക്കാളും എന്തൊരു കുറച്ചും കൂടെ വിറ്റ്നസ് ഉള്ള പോലെ തോന്നിക്കുന്നു. അപ്പം അതാണ് പുതിയ ബാൻഡ്. പക്ഷേ പെട്ടി ഇതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പോയി നമ്മുടെ ഈ ആപ്പിൾ വാച്ച് അൾട്ര അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും അതിൻ്റെ കഥ കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. എപ്പോൾ പറിച്ചാലും ഒരു സൈഡ് മാത്രമായിട്ട് വിട്ടുപോകും. ഓക്കെ, അപ്പം മൊമെന്റ് ഇപ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര ഒന്ന് കാണാൻ വേണ്ടി ഒരു നോക്ക് കാണുവാൻ. സൈഡ് തുറന്നില്ല എന്ന് വെച്ചാൽ തുറക്കാൻ ബൈക്കിൽ പോയി. അപ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര ഞാൻ പറിച്ചിട്ടുണ്ട്. നമുക്കിനി അത് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അകത്തെന്തായാലും ഈ ഒരു സെയിം കളറിലുള്ള ഗ്രേ പാക്കേജിങ് ആണ്. അപ്പോൾ നമുക്കത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ആപ്പിൾ വാച്ച് അൾട്ര. നമ്മൾ പെട്ടി എടുക്കുമ്പോഴത്തേക്കും കർത്താവെത്താലും പോയല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ആപ്പിൾ വാച്ച് എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇത് കുറച്ച് ആക്ച്വലി ഞാൻ വിചാരിച്ചത്ര ബ്ലാക്ക് അല്ല കേട്ടോ സംഭവം. ഞാനിത് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഓർത്തൊരു കറക്റ്റ് ബ്ലാക്ക് കളർ ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊരു കുറച്ചും കൂടെ ഒരു സ്പേസ് ഗ്രേ. ഒരു ബ്ലാക്ക് എന്നാണോ ഇതിൻ്റെ പറഞ്ഞത്? പെട്ടിയിൽ എന്താണ് പറഞ്ഞത് ഇതിൻ്റെ കളറായിട്ട്? ബ്ലാക്ക് ടൈറ്റേനിയം എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു സ്പേസ് ഗ്രേ കളറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും അവരുടെ ഒരു ബ്ലാക്ക് എന്ന് പറയാനും മാത്രം ഉള്ളതില്ല. എനിക്കിതൊരു സ്പേസ് ഗ്രേ കളറായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ച് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഫോക്കസ് ആയിട്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പുതിയ ആപ്പിൾ വാച്ച് അൾട്ര സീരീസ് 2. കളർ വ്യത്യാസമുള്ളത് പോയോ പറഞ്ഞു. ഓക്കെ, തിളക്കൊണ്ട് കേട്ടോ ബാക്ക് വശം. പക്ഷെ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കളറിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ഇതിൽ നോക്കിയാൽ കാണാം. ഇതാണ് ആ പുതിയ കളറ്. സംഭവം എന്ത് വിചാരിക്കണം എന്നറിയാത്ത ഒരിതാണ്. ഞാനപ്പോൾ ഈ വാച്ച് മേടിക്കാൻ വേണ്ടി കടയിൽ പോയപ്പോൾ തന്നെ കടക്കാരൻ അവിടുത്തെ പയ്യൻ പറഞ്ഞായിരുന്നു പുതിയ വാച്ചിൻ്റെ കളർ കണ്ടോ, അടിപൊളി കളറാണ്. എന്തായാലും അതിൽ ഒരു മാറ്റവും ഇല്ല. ഇത് നമ്മൾ കൈ പിടിക്കുമ്പോൾ ഒരു വളരെ പ്രീമിയം ഫീലിംഗ് ഉണ്ട്.
സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തില്ല ഒരു കളറിന് വേണ്ടി ഞാൻ ചിലപ്പം വാച്ച് മാറ്റാനാണ് ചിന്തിക്കുന്നത്. പക്ഷെ എന്തായാലും ഇതിൻ്റെ കുറച്ചും കൂടെ ഒരു ആക്ച്വലി എനിക്കൊരു കുറച്ചും കൂടി റഗഡ് ലുക്ക് ഇതിനാണ്. ഞാൻ ഓർത്ത് നമ്മുടെ ഈ ബ്ലാക്ക് കളറിലുള്ള അൾട്ര വന്നാൽ കുറച്ചും കൂടി സ്ലീക്ക് ഫോർമൽ ലുക്ക് വരുന്നു. പക്ഷെ അതില്ല, കുറച്ചും കൂടി ഒരു സ്പോർട്ടി ലുക്കാണ് ഇതിനുണ്ടായിരിക്കുന്നത്. പക്ഷെ വെയിറ്റ് കൂടി പോലത്തെ ഫീലിംഗ് എൻ്റെ തോന്നലാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ കോട്ടിങ്ങിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കും. പക്ഷെ കുറച്ച് വെയിറ്റ് കൂടിയ പോലെയാണ് എനിക്ക് തോന്നുന്നതിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ആപ്പിൾ വാച്ച് അൾട്ര ഒന്ന് ഫസ്റ്റ് ടൈമിലേക്ക് ഓണാക്കി നോക്കാം. അതിൻ്റെ ബൂട്ടപ്പ് ടൈം എത്ര നേരം എടുക്കും. ഓക്കെ, വാവ്, എന്തായാലും അടിപൊളി കളറാണ് കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക്. അപ്പോൾ നമ്മൾ അൾട്ര 2നെ പറ്റി പറയുവാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം പറഞ്ഞില്ല പേരിലുള്ളവരെ അൾട്ര 2 ആണ്, ഒരു വ്യത്യാസവും ഇല്ല. സെയിം എക്സാക്ട് ആപ്പിൾ വാച്ച് ആണ് അവർ റിലീസ് ചെയ്തേക്കുന്നത്. പക്ഷെ എന്തായാലും ഇതിപ്പോൾ സെറ്റ് ചെയ്യാൻ ഒരു 5 മിനിറ്റ് ചിലപ്പോൾ എടുക്കുമായിരിക്കും, ഫ്യൂ മിനിറ്റ്സ്. ഇൻ ദ മീൻ ടൈം ഇതാണ് നമ്മുടെ പുതിയ വാച്ചിൻ്റെ സ്ട്രാപ്പ്. ഇതിൽ പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കില്ല, കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ കെട്ടിയേക്കുന്ന ഒറിജിനൽ ആപ്പിളിൻ്റെ ആ ഒരു ലെതർ ബാൻഡാണ്. ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യണം, കാരണം ഇത് കെട്ടിയാൽ നല്ലൊരു ഫീലാണ്, വളരെ ടൈറ്റായിട്ട് കിടക്കും. അപ്പോൾ നിങ്ങളൊരു ബാൻഡ് നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലെതർ മെലനീസ് ലൂപ്പ് മാഗ്നറ്റിക് ബാൻഡാണ് തോന്നുന്നു അതിൻ്റെ പേര്. അപ്പോൾ അത് നോക്കി മേടിച്ചാൽ അവർ നല്ല അടിപൊളി സംഭവം, നല്ല ഫിറ്റുമാണ്, നല്ല കംഫർട്ടുമാണ്. കയ്യിൽ ഞാൻ എൻ്റെ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ലെതറിൻ്റെ ബാൻഡാണ് ആപ്പിളിനുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ടേക്ക് ഫ്യൂ മിനിറ്റ്സ് ടു സൈൻ ഇൻ. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് ഈ ആപ്പിൾ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഒന്ന് പൊട്ടിച്ചിട്ട് നോക്കാം സംഭവം എങ്ങനെയുണ്ടെന്ന്. ഇതും ഒരു ബ്ലാക്ക് തീമിലാണ്. ഇനിയിപ്പോൾ ഇതിനു വേണ്ടി ഇറക്കിയുണ്ടാവുന്ന അറിയത്തില്ല, പക്ഷേ ഇതിൻ്റെ കാർഡ്ബോർഡും ഒരു ഗ്രേഷ് കളറാണ്. പിന്നെ അവർ മറ്റേ കാർബൺ ന്യൂട്രലിൻ്റെ സംഭവം പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ഇതൊക്കെ ഗ്രേ റിസൈക്കിൾ ചെയ്ത് അരിച്ച് വന്നപ്പോഴത്തേക്കും കളർ മാറിയാണോ അല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ പൊതുവെ എല്ലാം ഒരു ഗ്രേ തീമാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ട്രെയിൽ ലൂപ്പ് കണ്ടില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ചെറിയ എന്തോ വ്യത്യാസമുള്ള പോലെയാണ് എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻറ്റിൽ അറിയിക്കുക. ഇതിൽ വ്യത്യാസം ഉണ്ടല്ലോ. വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വാച്ച് പാൻസ് എല്ലാം ഈ ബ്ലാക്കിന് വേണ്ടി മേടിക്കുവാണെങ്കിൽ വാച്ച് പാൻസ് ബ്ലാക്ക് മാച്ച്ഡ് ആയിരിക്കും, സിൽവർ കളറല്ലേ വരുന്നത്. അപ്പോൾ അതൊരു ഡെഫിനറ്റ്ലി ഒരു വ്യത്യാസമാണ്. ഇതിൻ്റെ അറ്റത്തെ ഈ ലിങ്ക് ഒരു ബ്ലാക്ക് കളറിൽ വരുന്നത്. അപ്പം അതാണ് തോന്നുന്നത് എനിക്ക് ഈ പാക്കേജിങ് ഒരു ഗ്രേ കളർ വന്നേക്കുന്നത്. കാരണം നമ്മുടെ പുതിയ ആപ്പിൾ വാച്ച് അൾട്രയുടെ സീരീസ് 2ന് വേണ്ടി ഓർഡർ ചെയ്യുമ്പോഴാണ് ആ ഒരു ബ്ലാക്ക് തീമിനുള്ള വരുന്നത്. കാരണം അതിപ്പോൾ എൻ്റെ ഈ അൾട്രയുടെ കെട്ടിയാൽ മാച്ച് ആകത്തില്ലല്ലോ, അതുകൊണ്ട്. ഓക്കെ, പുതിയ ഒരെണ്ണം ആഡായിട്ടുണ്ട് വാച്ച്. എല്ലാം കൂടെ ഇവിടെ പെട്ടി കിടന്ന കുറേ സാധനങ്ങളാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ച് സിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ കട്ട കറങ്ങി കഴിഞ്ഞുകൊണ്ട് ഓൾമോസ്റ്റ് ആകാറായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ച് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ സെറ്റപ്പ് ആവും. അപ്പോൾ ആ സെറ്റപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച് കയ്യിൽ കെട്ടി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അൾട്ര 2ൻ്റെ സാധാ ടൈറ്റേനിയം മാറ്റിയിട്ട് ഡയമണ്ട് കോട്ടിംഗ് ഉള്ള ബ്ലാക്ക് അൾട്ര 2 കെട്ടി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വാച്ച് നമുക്ക് കൈ കെട്ടി നോക്കാം ഇതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് കൈ കെട്ടും പോലെ. നിങ്ങൾ നേരത്തെ കണ്ടു കാഷ്വലായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ആപ്പിൾ വാച്ച് അൾട്ര സീരീസ് 2 നാച്ചുറൽ ടൈറ്റേനിയം കളറിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, സത്യം പറഞ്ഞാൽ കൈ കിട്ടിയപ്പോൾ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. കൈ പിടിക്കുമ്പം കിട്ടിയ അത്രയും ലുക്ക് എനിക്ക് തോന്നുന്ന കുറച്ചും കൂടി ഒരു, ഞാൻ ആദ്യം അൺബോക്സ് ചെയ്തപ്പോൾ പറഞ്ഞില്ല, ഇതിനാണ് കുറച്ചും കൂടി ഒരു റഗഡ് ലുക്ക് മറ്റേനേക്കാളും. അതുകൊണ്ട് ആ ഒരു റഗഡ് ലുക്ക് ആൻഡ് ഫീലിംഗ് ആണ് എനിക്കിത് കിട്ടുമ്പം വരുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും കളർ മാറ്റുന്നില്ല. ബട്ട് ഇറ്റ്സ് കൂൾ. നിങ്ങൾ ഫസ്റ്റ് ടൈം ആപ്പിൾ വാച്ച് അൾട്ര മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് ഓൾവേസ് എ ഗുഡ് തിങ്, കുറച്ച് ഓപ്ഷൻസ് ഉള്ളത്. കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണ്. അൾട്ര 2ഉം അൾട്ര 2 നേരത്തെ ഉണ്ടായിരുന്നു, രണ്ടും എക്സാക്റ്റ് സെയിം വാച്ചാണ്. നമ്മുടെ ഹെഡ്ഫോൺസൊക്കെ റീഫ്രഷ് ചെയ്ത് എയർപോർട്സ് മാക്സിൽ പുതിയൊരു കളർ വെച്ചേക്കുന്ന പോലെ ഉള്ളൂ. ഇതും ജസ്റ്റ് ഒരു വേറെ കളറാണേ ഉള്ളൂ. അതനുസരിച്ച് വേറെ കളറിൻ്റെ വ്യത്യാസം അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഫീച്ചേഴ്സിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അൾട്ര 2-ലുണ്ടായിരുന്ന ഗ്രേറ്റ് ഫീച്ചേഴ്സ്, ഡെപ്ത്, ഡൈവിങ്, നോയ്സ്, പിന്നെ മറ്റേ സ്ലീപ്പ് ആപ്നിയ ട്രാക്കിംഗ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്തും കാണും. സ്ലീപ്പ് ആപ്നിയ ട്രാക്കിംഗ് നമ്മുടെ ഒറിജിനൽ ആപ്പിൾ വാച്ചിലേക്കും വരും. പുതിയ എന്തെങ്കിലും ഹെൽത്ത് ഫീച്ചേഴ്സ് ഈ അൾട്രയ്ക്ക് വേണ്ടി വരുന്നുണ്ടോ അതൊക്കെ നിങ്ങളുടെ
ഒറിജിനൽ ടൈറ്റാനിയം കളറിലുള്ള ആപ്പിൾ വാച്ച് അൾട്ര 2ലേക്കും വരും. അതുകൊണ്ട് അതോർത്ത് പേടിക്കണ്ട. സോ ഗൈസ്, അതാണ് നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 2 അൾട്ര ബ്ലാക്ക് കളറിലുള്ളത്. എന്തായാലും സംഭവം നല്ലൊരു വാച്ചാണ്. പക്ഷേ ഇതെൻ്റെ ഒരു ഫസ്റ്റ് ടൈം കിട്ടുന്നതായതുകൊണ്ട് ഒരു ഇനിഷ്യൽ ഷോക്ക് പോലെ ഉണ്ട്. ഞാനിത് ആദ്യമായിട്ട് കിട്ടിയതിൻ്റെ ഷോക്ക് വെച്ചാലേക്ക് ആ കളർ ഒന്ന് യൂസ്ഡ് ആവാൻ വേണ്ടി ഞാൻ ഇത്രയും നാളും കിട്ടിയ ഒരു സിൽവർ കളറിൽ നിന്ന് വന്നപ്പം ആ സിൽവർ എൻ്റെ ഒരു സ്ട്രാപ്പ് തമ്മിൽ കോൺട്രാസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കോൺട്രാസ്റ്റ് മാറി നീല സ്ട്രാപ്പ് മേടിച്ചുകൊണ്ടായിരിക്കും കുറച്ച് എടുത്ത് നിൽക്കുന്നുണ്ട് ആ നീല കറപ്പായിട്ടേ. ബട്ട് യുനോ ഡെഫിനറ്റ്ലി നല്ല കളറാണ്. കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഞാൻ നിങ്ങളെ കളർ കാണിക്കാൻ വേണ്ടി മാത്രം ഇത് മേടിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 10 ജെറ്റ് ബ്ലാക്ക്. അതിന് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ പണ്ടൊരു ഐഫോണിൽ വന്നേക്കുന്ന പോലത്തെ സെയിം സ്റ്റൈലുള്ള ജെറ്റ് ബ്ലാക്ക് ആണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു മാറ്റ് ബ്ലാക്ക് ആണ് ഈ അൾട്രയിൽ വരുന്നത്. പക്ഷേ ഇതൊരു വളരെ ഗ്ലോസി ആയിട്ടുള്ള ഒരു ഷൈനി ബ്ലാക്ക് കളറാണ് നമ്മുടെ സീരീസ് 9 വരുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മൾ അപ്പ് ക്ലോസ് ആയിട്ട് നോക്കിയാൽ ഇപ്പോൾ കാണാൻ വേണ്ടി വ്യത്യാസം. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഇത് രണ്ടും തമ്മിൽ കളറിൽ നല്ല വ്യത്യാസമുണ്ട്. ആപ്പിൾ വാച്ച് അൾട്ര ഒരു മാറ്റ് കളറായിരിക്കുമ്പോൾ നമ്മുടെ സീരീസ് 9 വളരെ ഷൈനി ആയിട്ടുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് കളറാണ്. പക്ഷേ യൂഷ്വലി ഉള്ള എല്ലാ കാര്യങ്ങളും അൾട്രയിൽ തന്നെ ഉണ്ട്. ഓൾറെഡി ഗൈസ്, അപ്പോൾ അതായിരുന്നു നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര 2 പുതിയ ബ്ലാക്ക് കളർ ഉള്ളതും നമ്മുടെ സീരീസ് 10 ആപ്പിൾ വാച്ച് ജെറ്റ് ബ്ലാക്കും തമ്മിലൊരു ക്വിക്ക് കമ്പാരിസൺ. ബേസിക്കലി ഇത് രണ്ടും കമ്പയർ ചെയ്യാനും മാത്രമൊന്നുമില്ല, ഞാൻ രണ്ടും കൂടെ സൈമിൾട്ടേനിയസ് ആയിട്ട് അൺബോക്സ് ചെയ്തിട്ടുള്ളൂ. കാരണം രണ്ടും രണ്ട് ഡെമോഗ്രാഫിക് ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഈ ആപ്പിൾ വാച്ച് അൾട്ര കുറച്ചും കൂടെ റഗഡ് സ്പോർട്സ് എൻതൂസിയസ്റ്റിനും കുറേ ഓട്ടവും ചാട്ടവും ഡൈവിങ്ങും മറ്റനും മറിച്ചതും എല്ലാം ചെയ്യുന്നവർക്ക്. പക്ഷേ ആപ്പിൾ വാച്ച് സീരീസ് 10 നമ്മുടെ എവറി ഡേ യൂസറിന് വേണ്ടിയുള്ളതാണ്. അപ്പം if that is you, go check out the Apple Watch Series 10. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര ചെക്കൗട്ട് ചെയ്യുക. പുതിയ ബ്ലാക്ക് കളർ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ അത് സ്ക്രാച്ച് ആകുന്ന കാര്യം അവർ മെസ്സേജ് പറയാനനുസരിച്ചാണെങ്കിൽ ഒരു ഡയമണ്ട് കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് സ്ക്രാച്ചസ് അധികം പേടിക്കേണ്ടി വരത്തില്ല. പിന്നെ ടൈറ്റാനിയം ആണല്ലോ. പക്ഷേ ഇഫ് ഇറ്റ് സിമിലർ ടു ദി ടൈറ്റാനിയം ഫിനിഷ് നമ്മുടെ ഐഫോണിലുള്ള പോലെ ആണെങ്കിൽ സ്ക്രാച്ചസ് പ്രൊഡക്ഷിക്കാം. കാരണം ഈ നാച്ചുറൽ ടൈറ്റാനിയം കളറിലുള്ള എൻ്റെ ഐഫോൺ 15 പ്രോയിൽ പോലും സ്ക്രാച്ചസുകളുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അവിടെ ഇവിടെയൊക്കെ തട്ടി നമ്മുടെ ആപ്പിൾ വാച്ച് സ്ക്രാച്ച് വരും. ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു സീരീസ് 2 അൾട്ര ആപ്പിൾ വാച്ചിൽ തന്നെ നോക്കിയാൽ തന്നെ കുറച്ച് ഡിങ്സ് ആൻഡ് സ്ക്രാച്ചസ് അല്ല, ലൈക്ക് ഒരു ചെറിയ സയൻസ് ഓഫ് വെയർ നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ ഒരു ചെറിയ സയൻസ് ഓഫ് വെയർ എന്തായാലും അതിനേക്കാളും കുറച്ചുകൂടെ എക്സ്ട്രീം ആയിട്ടായിരിക്കും നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രയുടെ ബ്ലാക്ക് കളറിൽ നോക്കുമ്പം കാണുന്നത്. പക്ഷേ എന്തായാലും അത് നമ്മൾ ഉപയോഗിച്ച് ഒരു 3-4 മാസത്തെ റിവ്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ അത് യൂസ് കൊണ്ട് എങ്ങനെയായിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അതായിരുന്നു നമ്മുടെ സീരീസ് 10 ആപ്പിൾ വാച്ചും അൾട്ര 2ൻ്റെ പുതിയ കളറും തമ്മിലുള്ള ഒരു അൺബോക്സിംഗ് വീഡിയോ. കമ്പാരിസൺ ആയിട്ടൊന്നുമില്ല, കാരണം ഇത് ഞാൻ പറഞ്ഞ പോലെ രണ്ടും ഒരു ടാർഗറ്റ് ഡെമോഗ്രാഫിന് വേണ്ടി ആൾക്കാരാണ്. നമ്മുടെ എവറി ഡേ യൂസിന് വേണ്ടിയാണ് ഈ സീരീസ് 10 ഇറക്കിയിരിക്കുന്നത്. പക്ഷേ അൾട്ര എന്ന് പറയുന്നത് ആ ഒരു കുറച്ചും കൂടെ അത്ലറ്റിക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കാറ്റഗറി ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ എന്നെ പോലെ കാശ് കളയണം എന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് വേണ്ടി. കാരണം ഞാനീ പറഞ്ഞ ഓട്ടോ ചാട്ടോ ഒന്നും ചേരില്ല. പക്ഷേ സംഭവത്തിൻ്റെ ബാറ്ററി ലൈഫ് അതിനുവേണ്ടിയാണ് ഞാൻ മേടിക്കുന്നത്. എന്തായാലും ആപ്പിൾ വാച്ച് അൾട്രയുടെ ബാറ്ററി ലൈഫ് അടിപൊളിയാണ്. സോ നിങ്ങൾ ബാറ്ററി ലൈഫ് ഒരു കമ്പോണൻ്റ് ആണെങ്കിൽ ഐ വുഡ് ചെക്ക് ഔട്ട് ദി ആപ്പിൾ വാച്ച് അൾട്ര 2. പക്ഷേ അസൈഡ് ഫ്രം ദാറ്റ് ഗൈസ്, എൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ സീരീസ് 9 ആപ്പിൾ വാച്ച് ആണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണും ആ ലൈക്കും പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും ഇട്ടിട്ടേ പോകാവുള്ളൂ. നിങ്ങളുടെ സബ്സ്ക്രൈബറൊക്കെ കൂടിയാൽ എനിക്ക് സെറ്റപ്പ് ഒക്കെ വളർത്തിയിട്ട് ഇനി വീഡിയോ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്ത് കാണണമെങ്കിൽ കമൻറ്റ് ഇടുക. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അത് മേടിച്ചിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പീസ്.